സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഏറ്റവും പുതിയ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പരീക്ഷയുള്ളവർ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ നോക്കിയിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ കർഷക ആത്മഹത്യ കൂടുതലുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്ന രത്തൻ ടാറ്റയുടെ ജീവചരിത്രം രചിച്ചത്. രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്ന രത്തൻ ടാറ്റയുടെ ജീവചരിത്രം രചിച്ചത് ആരാണ്? ആർ റോഷൻ ആണ്. ആർ റോഷൻ. ജീവചരിത്രത്തിന്റെ പേര് രത്തൻ ടാറ്റ ഒരു ഇന്ത്യൻ വിജയഗാഥ എന്നതാണ്. രചിച്ചതാരാണ്? ആർ റോഷൻ. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. വിദേശ രാജ്യങ്ങളിലെ ശാസ്ത്ര സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കുന്നതിനായിട്ട് കെ വിസ എന്ന പേരിൽ പുതിയ വിസ ആരംഭിച്ച രാജ്യം ചൈന. വിസയുടെ പേരെന്താണ്? കെ വിസ. ആരംഭിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വനരക്ഷ. ഓപ്പറേഷൻ വനരക്ഷ. എവിടെയാണ് വിജിലൻസ് പരിശോധന നടത്തിയത്? സംസ്ഥാനത്തെ വനം വന്യജീവി ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ വനരക്ഷ എന്നത്. അടുത്ത ചോദ്യം, ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനം. ഊർജ സ്വാതന്ത്ര്യ ദിനം ജൂലൈ 10 ജൂലൈ 10 ആഗോള ഊർജ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ജൂലൈ 10. ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിതനായത് ആര്? ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ട രമണിയാണ്. ഇന്ത്യയുടെ അറ്റോർണി ജനറലായിട്ട് വീണ്ടും നിയമിതനായത് ആരാണ്? ആർ വെങ്കിട്ട രമണി. 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായിട്ട് നിയമിതനായത് ആര്? 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി അധ്യക്ഷനായിട്ട് നിയമിതനായത് പ്രകാശ് രാജാണ്. പ്രകാശ് രാജ്. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആര്? 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെ എസ് ടാമർ. കെ എസ് ടാമർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കെ എസ് ടാമർ. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാംശു ശുക്ലയാണ്. ശുഭാംശു ശുക്ല. കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ശുഭാംശു ശുക്ല. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് എവിടെയാണ് നടന്നത്? ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നത് എവിടെയാണ്? കോവളത്താണ്. ബയോ കണക്ട് ഇന്റർനാഷണൽ ലൈഫ് സയൻസ് കോൺക്ലേവ് നടന്നത് കോവളം. ഇന്ത്യയും UK-യും സംയുക്തമായി നടത്തിയ നാവിക അഭ്യാസം. ഇന്ത്യയും UK-യും സംയുക്തമായിട്ട് നടത്തിയ നാവിക അഭ്യാസമാണ് കൊങ്കൺ 25. കൊങ്കൺ 25 എന്ന നാവിക അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങളുടെ സംയുക്ത പ്രകടനമായിരുന്നു? ഇന്ത്യയുടെയും UK-യുടെയും ആണ്. നാവികാഭ്യാസത്തിന്റെ പേര് കൊങ്കൺ 25. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം നേവി മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗ്രീൻ വിമാനത്താവളം ഏതാണ്? നേവി മുംബൈ. 2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരി ആര്?
2025 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം കരസ്ഥമാക്കിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം നിർമ്മിച്ച രാജ്യം. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച രാജ്യം ചൈനയാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലമായ ഹുവാജിയാങ് ഗ്രാൻഡ് കാന്യോൺ നിർമ്മിച്ച രാജ്യം ചൈന. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമേതാണ്? സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. IMAP. സൗരയൂഥത്തിന്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സിലറേഷൻ പ്രോബ്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രിയോണ്ട എന്നാണ്. 2026 ലോകകപ്പ് ഫുട്ബോളിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര് ട്രിയോണ്ട. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം 2026 ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്ന രാജ്യങ്ങൾ ഏത് എന്ന് കമന്റ് ചെയ്യുക. സംസ്ഥാനത്ത് പൂർണ്ണമായി തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് ഏത്? സംസ്ഥാനത്ത് പൂർണ്ണമായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത് പാറളം ഗ്രാമപഞ്ചായത്താണ്. തൃശ്ശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്താണ് സംസ്ഥാനത്ത് പൂർണ്ണമായിട്ട് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ച ഗ്രാമപഞ്ചായത്ത്. പാറളം ഗ്രാമപഞ്ചായത്ത്, തൃശ്ശൂർ. 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത് ആര്? 2025 കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണൻ. കേരളത്തിലെ അവക്കാഡോ നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ അവക്കാഡോ നഗരം അമ്പലവയലാണ്. കേരളത്തിലെ അവക്കാഡോ നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പലവയൽ. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത്. 2025 വനിതാ കോപ്പ ഫുട്ബോൾ കിരീടം നേടിയത് ബ്രസീൽ. ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരമായത് ആരാണ്? ഏകദിന ക്രിക്കറ്റിൽ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന വനിതാ താരം സ്മൃതി മന്ദാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായി പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ആദ്യമായിട്ട് ശ്രവണ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പാഠപുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. $1 ബില്യൺ ആസ്തിയുള്ള ആദ്യ ഫുട്ബോളർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ബിരുദ വിദ്യാർത്ഥികളെ രാജ്യത്തിനകത്തും പുറത്തുമുള്ള മികച്ച ക്യാമ്പസുകളിൽ ഉപരിപഠനത്തിന് പ്രാപ്തരാക്കാൻ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ധനുസ്. പദ്ധതിയുടെ പേരെന്താണ്? ധനുസ്. അന്തകവള്ളികൾ എന്ന നോവൽ രചിച്ചത് ആര്? നോവലിന്റെ പേര് അന്തകവള്ളികൾ. രചിച്ചത് ആരാണ്? സേതു. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ആണ് ജീവധാര. സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? ജീവധാര. സംസ്ഥാനത്തെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ ആണ് ജീവധാര. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം ഏത്?
പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കി ഉയർത്തിയ സംസ്ഥാനം കർണാടകയാണ്. കർണാടക. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമിത്രം. പദ്ധതിയുടെ പേരെന്താണ്? വിദ്യാമിത്രമാണ്. പഠനത്തിൽ മുന്നിൽ നിൽക്കുന്ന നിർധനരായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അവസരമൊരുക്കാൻ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് വിദ്യാമൃതം. ആനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളി സുരേഷ് ഏറിയാട്ടാണ്. ഡേസിയോൺ എന്ന ആനിമേഷൻ ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആനിമേഷൻ രംഗത്തെ ഓസ്കർ എന്നറിയപ്പെടുന്ന ആൻസി ക്രിസ്റ്റൽ ഫെസ്റ്റിവലിന്റെ ജൂറി അവാർഡ് നേടിയ മലയാളിയാണ് സുരേഷ് ഏറിയാട്ട്. ഏത് ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്? ഡേസിയോൺ എന്ന ആനിമേഷൻ ചിത്രത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയും തമ്മിലുള്ള ഒരു സംയുക്ത ഭൂമി നിരീക്ഷണ ഉപഗ്രഹ ദൗത്യം ഏതാണ്? നിസാർ ആണ്. നാസ ISRO സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ. നാസയും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയും തമ്മിലുള്ള ഒരു സംയുക്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹ ദൗത്യമാണ് നിസാർ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ പുരസ്കാരം മലയാളത്തിൽ നിന്നും നേടിയത്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ പുരസ്കാരം അഖിൽ P ധർമ്മജനാണ്. നോവലിന്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് മലയാളത്തിൽ നിന്നും അർഹനായത്. ബാലസാഹിത്യ പുരസ്കാരം ശ്രീജിത്ത് മുത്തേടത്ത്. കൃതിയുടെ പേര് പെൻഗ്വിനുകളുടെ വൻകരയിൽ. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനം. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ആൻഡ്രോയിഡ് അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. സംസ്ഥാനത്തെ ആദ്യ ചിത്രശലഭ സങ്കേതമാകുന്നത് ആറളം വന്യജീവി സങ്കേതമാണ്. ഇസ്രായേലുമായി സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു. ഇസ്രായേലുമായിട്ട് സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നടത്തിയ ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു എന്നത്. റീചാർജ് ചെയ്യാവുന്ന മാഗ്നീഷ്യം അയോൺ കോയിൽ സെൽ വികസിപ്പിച്ചതിന് ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചത് SB കോളേജ് ചങ്ങനാശ്ശേരിക്കാണ്. എന്തിനാണ്? റീചാർജ് ചെയ്യാവുന്ന മാഗ്നീഷ്യം അയോൺ കോയിൽ സെൽ വികസിപ്പിച്ചതിന് പേറ്റന്റ് ലഭിച്ചത് SB കോളേജ് ചങ്ങനാശ്ശേരി. 2026 ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് നടക്കുന്നത്. കേരളത്തിന്റെ ഔദ്യോഗിക ഉരഗമായിട്ട് തെരഞ്ഞെടുക്കാൻ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ സംസ്ഥാന പാമ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ചേരയാണ്. ഇന്ത്യൻ റാറ്റ് സ്നേക്ക്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഹരിത ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന കോർപ്പറേഷൻ തിരുവനന്തപുരം കോർപ്പറേഷൻ. ശാസ്ത്രരംഗത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് ആര്? ശാസ്ത്രരംഗത്ത് കേരളത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ കേരള ശാസ്ത്ര പുരസ്കാരം നേടിയത് S. സോമനാഥ്. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ താരം. ഏഷ്യൻ സർഫിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയത് രമേശ് ബുദ്ദിഹൽ. ക്ഷീരമേഖലയെ സംരക്ഷിക്കുന്നതിനായി മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനം ഏത്? ക്ഷീരമേഖലയെ സംരക്ഷിക്കുന്നതിനായിട്ട് മിൽക്ക് സബ്സിഡി സ്കീം ആരംഭിച്ച സംസ്ഥാനമാണ് അസം. സ്വാതന്ത്ര്യത്തിന് മുന്നോടിയായി രാജസ്ഥാൻ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അലർട്ട്. ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ അലർട്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നോടിയായിട്ട് രാജസ്ഥാൻ അതിർത്തി സുരക്ഷാ സേന ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അലർട്ട്. ലോക അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 13. ലോക അവയവദാന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 13.
കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റി പദവി ലഭിക്കുന്ന ആദ്യ വീട്. കേരളത്തിൽ കാർബൺ ന്യൂട്രാലിറ്റി പദവി ലഭിക്കുന്ന ആദ്യ വീടാണ് മേട, കോഴിക്കോട് ജില്ലയിലെ മേട എന്ന വീട്. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി. ബാങ്ക്, പോസ്റ്റ് ഓഫീസ് സേവനങ്ങൾ വാതിൽപ്പടിയിൽ എത്തിക്കാൻ കുടുംബശ്രീയുടെ പദ്ധതിയാണ് സഖി. പദ്ധതിയുടെ പേര് സഖി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായി സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതി. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. പ്രധാൻ മന്ത്രി വീക്ഷിത് ഭാരത് റോസ്ഗർ യോജന. 2025 ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം. ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23 2025 ദേശീയ ബഹിരാകാശ ദിനാചരണത്തിന്റെ പ്രമേയം എന്നത് ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതകളിലൂടെ. ആര്യഭട്ട മുതൽ ഗഗൻയാൻ വരെ പുരാതന വിജ്ഞാനം മുതൽ നൂതന സാധ്യതയിലൂടെ. ഇന്ത്യയിലെ ആദ്യ ആന്റി ഡ്രോൺ തുറമുഖം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖമാണ് കാട്ട്ല തുറമുഖം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റി ഡ്രോൺ തുറമുഖം ഏതാണ്? കാട്ട്ല തുറമുഖമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്